പാലക്കാട് BJP രമേശ് പിഷാരടിയുടെ പ്രചരണത്തിനെതിരെ തടഞ്ഞ ഒരു ഇതുണ്ടായല്ലോ, ഒരു വാക്തർക്കം ഉണ്ടായല്ലോ, അതിനെതിരെ ഇന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ BJPയുടെ അസഹിഷ്ണുതയുടെ രൂപം? പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണം നടത്തില്ലേ? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? തടയാൻ പാടുണ്ടോ? ആ പിഷാരടിയെ തടഞ്ഞില്ലേ? ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ? BJP മറ്റുള്ളിടത്ത് കാണിക്കുന്നതിൻ്റെ ഒരു സാമ്പിൾ ഇപ്പോൾ പാലക്കാട് കാണിച്ചിരിക്കുന്നു. അതാണ് നാം കാണേണ്ടത്. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും വ്യത്യസ്തതയില്ല. ഞങ്ങൾ കോൺഗ്രസിനെയും UDFനെയും ശക്തമായി നേരിടുന്നവർ തന്നെയാണ്. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ മര്യാദ പുലർന്നു പോകണം. എന്താ പ്രതികരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു BJP ആയിക്കോട്ടെ, ഒരു പാർട്ടിക്കും ഒരു ലീഡേഴ്സും അല്ലെ ഒരു പൊളിറ്റീഷ്യനെയും തടയാനുള്ള അവകാശമില്ല എന്ന് പുള്ളി ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതും ഒപ്പോസിഷൻ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന് വേണ്ടി ഒപ്പോസിഷനിലുള്ള ഒരു ലീഡറാണ് വാദിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എന്നിട്ടും നിങ്ങൾ കുറേ ആൾക്കാർ പറയുന്നു BJPക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന്റെ ആളാണ് മുഖ്യമന്ത്രി, BJPനെ പേടിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും പേടിയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാര്യം തന്നെ 1000 വട്ടം മാറ്റി പറയുന്നേക്കാളും അല്ലെങ്കിൽ നുണ പറയുന്നേക്കാളും എന്തുകൊണ്ടും ഭേദമാണ് 1000 വട്ടം ചോദിച്ചാലും ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കുന്ന നിലപാടുള്ള ഒരാളാവുന്നത്. സോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.